നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വലിയ ദുരന്തമാണ് വയനാടിന് സംഭവിച്ചത്. തീർച്ചയായിട്ടും ധനസഹായം ആവശ്യമാണ് താനും. കേരള സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസം നടന്ന പ്രഖ്യാപനമാണ്. പക്ഷേ ഇവിടെയുള്ള എത്ര മാധ്യമങ്ങൾ അത് പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് എന്നറിയില്ല. NDA സർക്കാരുകൾ, അതായത് BJP കൂടി സഖ്യമുള്ള NDA സർക്കാരുകൾ 50 കോടി രൂപയാണ് സഹായധനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ മധ്യപ്രദേശ് 20 കോടിയും ഉത്തർപ്രദേശ് 10 കോടിയും ആന്ധ്രാപ്രദേശ് 10 കോടിയും മഹാരാഷ്ട്ര 10 കോടിയും അങ്ങനെ 4 സംസ്ഥാനങ്ങൾ മാത്രം 50 കോടി രൂപയാണ് സഹായധനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ദുരന്തം നടന്ന സമയത്ത് തന്നെ നമുക്കറിയാം, നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ 5 കോടിയായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്. തുടർന്ന് അദ്ദേഹം മറ്റെന്തെങ്കിലും പ്രഖ്യാപനം നടന്നതായിട്ട് അറിയില്ല. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊന്നും അല്ലാത്ത, എന്നാൽ രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത ചേരിയിൽ നിൽക്കുന്ന BJP കൂടി നയിക്കുന്ന മറ്റ് 4 സംസ്ഥാനങ്ങൾ ചേർന്നിട്ട് 50 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് വലിയ പ്രാധാന്യത്തോടു കൂടി ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നറിയില്ല. ഇവിടെയാണ് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ ആരാണ് സഹായിക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടത്. മാത്രമല്ല, മറ്റുള്ളവർക്ക് ആവശ്യം വന്ന സമയത്ത് നമ്മൾ സഹായിച്ചിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് നോക്കണം. നമ്മൾ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എവിടെയോ കിടക്കുന്ന ഏതൊക്കെയോ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം. നമ്മൾ ഈ അടുത്ത കാലത്താണ് തുർക്കിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ തുർക്കിക്ക് 10 കോടി കൊടുത്തത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിന് തുല്യമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ഒരു രാജ്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യം സഹായിക്കുന്ന പോലെയല്ല ഇങ്ങേ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളം തുർക്കിക്ക് 10 കോടി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് മറ്റ് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ VS അച്യുതാനന്ദൻ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാകിസ്ഥാനിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ പാകിസ്ഥാന് വേണ്ടിയിട്ട് 5 കോടി കൊടുക്കുകയും ചെയ്തു. മറ്റൊന്ന് പലസ്തീനാണ്. പലസ്തീൻ ഓരോ സമയവും പാലസ്തീനിലുള്ള ഹമാസും ടീമുകൾ പോയി ഇസ്രായേലിനെ ചൊറിയും, ഇസ്രായേൽ തിരിച്ചു കയറി അടിക്കും. അപ്പോഴൊക്കെ ഷേവ് ഗാസ എന്ന് പറഞ്ഞ വലിയ ക്യാമ്പയിനും മറ്റുമൊക്കെ നടക്കും. അപ്പോൾ ഔദ്യോഗികമായിട്ടും അല്ലാതെയും എത്രയോ കോടാനുകോടിയാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പലസ്തീനിലേക്ക് ഒഴുകിയിരിക്കുന്നത്. അങ്ങനെ ഓരോ അവസരത്തിലും ഓരോ സമയത്തും കേരളത്തിൽ നിന്ന് കോടികൾ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. തുർക്കി ആണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും പലസ്തീനിലാണെങ്കിലും ഇതിലെല്ലാം ആയിട്ട് പൊതുവായിട്ട് കാണുന്ന ഒരേ ഒരു കാര്യം മതമാണ്. അതായത് അപ്പീസ്മെൻറ്റ് ആണ് ശരിക്കും അത് അവിടെ നടത്തുന്നത്. മുസ്ലിം അപ്പീസ്മെൻ്റ് ആണ് നടത്തുന്നത്. ഇവിടെയുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തുർക്കിക്കും പലസ്തീനും അതേപോലെ തന്നെ പാകിസ്ഥാനുമൊക്കെ കേരളം ധനസഹായം പ്രഖ്യാപിച്ചത്. എന്നാൽ കേരളത്തിന് ഇത്ര വലിയ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഇത് ദേശീയ മാധ്യമത്തിലും അന്തർദേശീയ മാധ്യമത്തിലും ഒക്കെ വാർത്തയാണ്. പക്ഷേ എന്നിട്ട് ഈ രാജ്യങ്ങളിലൊന്നും 10 പൈസ പോലും നമുക്ക് തന്നിട്ടില്ല എന്നോർക്കുക. ഇനി പലസ്തീൻ്റെ കാര്യം നമുക്കറിയാം, ഇസ്രായേൽ കയറി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് വെക്കാം, അവരെ വിടാം. അപ്പോഴും ഈ പാകിസ്ഥാനും തുർക്കിയും നിൽക്കുകയാണ്. ഇനി പാകിസ്ഥാൻ്റെ അവസ്ഥയാണെങ്കിൽ ആട്ട മേടിക്കാൻ പോലും വകയില്ലാത്ത ജനങ്ങളാണ് അവിടെ ഉള്ളത്. ശരി, അവരുടെയും വിട്ടേക്കാം നമുക്ക്. തുർക്കിയെ നോക്കുക. തുർക്കി യൂറോപ്പിന് തുല്യമായിട്ടുള്ളൊരു രാജ്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളതാണ്. അന്ന് കേരളം അവരെ സഹായിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കേരളം അങ്ങോട്ട് സഹായിച്ചു. അതാ ഇപ്പോൾ കേരളത്തിന് മറ്റൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ വാർത്ത അറിഞ്ഞ ഭാവം പോലുമില്ല. അപ്പോൾ ഓരോ സമയം ഇവർ നടത്തുന്ന മുസ്ലിം അപ്പീസ്മെൻറ്റ് അവരുടെ സർക്കാരുകൾക്ക് നിലനിൽക്കാനും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടി ജയിക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ ഇതിനകത്ത് മനുഷ്യത്വമോ മാനുഷിക പരിഗണനയോ ഒന്നുമല്ല ഇവർ കണക്കാക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ അവർ നേപ്പാളിനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ കൊടുക്കേണ്ടതായിരുന്നല്ലോ. അങ്ങനെ കൊടുത്തിട്ടില്ല. കൊടുത്തതെല്ലാം കൃത്യമായും ചില ഉദ്ദേശങ്ങൾ വെച്ച് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പോട്ടെ, നമുക്കറിയാം ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവിടെയും ഈ ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഒന്ന് അനുശോചിക്കുക പോലും ചെയ്യാതെ അല്ലെങ്കിൽ അത്തരമൊരു അവസരത്തിൽ മാനസികമായിട്ടുള്ള പിന്തുണ പോലും കേരളം പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കൂടിപ്പോയാൽ തമിഴ്നാടിനോ അല്ലെങ്കിൽ കർണാടകത്തിനോ എന്തെങ്കിലും കൊടുക്കുന്നതായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങൾ അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന രീതിയിൽ പോലും കേരളം എപ്പോഴെങ്കിലും പെരുമാറുന്നതോ സംസാരിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങോട്ട് കിട്ടാഞ്ഞിട്ട് പോലും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ 10 കോടി രൂപയോളം നമുക്ക് സഹായം നൽകിയിരിക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് പോലും 5 കോടിയെ തന്നിട്ടുണ്ട്. തമിഴ്നാടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ നല്ല മികച്ച നിലയിലുള്ളതാണ്. അവരുടെ ബജറ്റും ഒക്കെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 5 കോടി എന്നത് വലിയ തുകയൊന്നുമല്ല. നമുക്ക് ഈ മേനി പറച്ചിൽ മാത്രമേ ഉള്ളൂ, നമ്പർ 1 എന്ന മേനി പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ പണമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായിരുന്നു ഈ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ. പിറ്റേ ദിവസം തന്നെ
മുഖ്യമന്ത്രി പത്രക്കാരെ കാണുമ്പോൾ ആദ്യം അദ്ദേഹം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങളോട് കാശ് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയേണ്ടതിന് പകരം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ പറഞ്ഞു വെച്ച മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും നമ്മുടെ ഖജനാവിൽ പൂച്ചയോ പട്ടിയോ ഒക്കെ പെറ്റുകിടക്കുകയായിരിക്കുന്നു. അത്രയും ദയനീയ സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് പക്ഷേ സകലമാന മാധ്യമങ്ങളിലും, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ പോലും കേരള നമ്പർ 1 എന്ന് പറഞ്ഞ് അതിന് പരസ്യങ്ങൾ ചെയ്യും, അതിന് കോടികൾ ചിലവാക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. അതേപോലെ തന്നെ നവകേരള യാത്ര എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ആഡംബര ബസ്സിൽ നടത്തിയ യാത്ര, അതിൻ്റെ പരസ്യത്തിന് വേണ്ടി മാത്രം, നോട്ടീസും ഫ്ലെക്സും അടിക്കാൻ വേണ്ടി മാത്രം 9,14,00,000 രൂപ ചെലവഴിച്ച ഒരു സംസ്ഥാനമാണ് എന്ന് ഓർക്കുക. പക്ഷേ ഒരു ദുരന്തം വരുമ്പോൾ മാത്രം മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ്. അപ്പോഴും നമ്മൾ ഒരിക്കൽ സഹായിച്ചിട്ടുള്ളവർ തിരിഞ്ഞുപോലും നോക്കാത്ത ആ സ്ഥിതി, ആ അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരുപാട് നമ്മൾ പഴി പറഞ്ഞിട്ടുള്ള ഉത്തർപ്രദേശും മധ്യപ്രദേശും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശും ഒക്കെ കൈയച്ച് നമ്മളെ സഹായിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.